friends, a very hearty good evening and welcome to Swapnakoot Season 6. Swapnakoot Season 6 le nammal innu kaanan pona veedana Shiv Kripa House from Mannar with a square feet area of 3000. Let's explore Shiv Kripa House. About Shiv Kripa House, the first thing that you notice is a beautiful compound wall. Gate under either sides there is like stone cladding done. Also, the huge niched vertical provided really gives a very warm and grand welcome inside the compound. Once you open the gate, straight nammal kanna is a paved area which acts as the driveway. In driveway either sides there is a beautiful lawn with Talking about the elevation of the house, there is a stone cladding which you see on both the floors, that is ground floor and first floor. It is very similar, not very similar, rather it's the same as we saw in the compound wall. Huge windows are provided cheyidirikkannathu, so definitely there is a good amount of light and ventilation inside this space. Wall il nalla reethiyil or space niched out cheyidittundu which really highlights the painting that they have placed on it. Living area da or side inana staircase provide cheyidirikkannathu which takes you to the upper floors. Staircase inde thottadiyil nalla pebbled or area aanu provide cheyidirikkannathu to highlight the entire staircase area. Talking about the dining area, 6-seater dining table on a place cheyidirikkannathu. There's a beautiful light that hangs on top of the dining table. Adondane the entire dining space and the dining table ellathinum accentuate cheyyunnundu. There is a wardrobe unit, that is basically a crockery unit that they have provided. A crockery unit in the side il thanne wash area provide cheyidittundu. Now dining area mattoru specialty nu vechal there is a back wall that they have provided to the TV wall. TV displayed a back drop item. They have used a particular pattern and this pattern is replicated in the dining table below the glass top.
ബ്യൂട്ടിഫുൾ ഹ്യൂജ് ഫ്രഞ്ച് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് യു ജസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു ദ ബാൽക്കണി. ആൻഡ് ദിസ് ബാൽക്കണിയിൽ നല്ല രീതിയിൽ നമുക്ക് പുറത്തിൻ്റെ നേച്ചർ ബ്യൂട്ടിഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റും. ഫോർ ഇന്ന് നമ്മൾ കണ്ട വീടാണ് ശിവകൃപ ഹൗസ് ഫ്രം മന്നാർ. വീട്ടിൽ കുറേ നല്ല ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി നല്ല തീംഡ് ബെഡ്റൂംസ് ആണ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ ഇസ് വാട്ട് വി സോ. ഓൾസോ നല്ല രീതിയിൽ പോർച്ചും, ഇഫ് യു ലുക്ക് അറ്റ് ദ പേവ്മെന്റ് ആൻഡ് ദ ഗ്രീനറി ഓൺ ഈദർ സൈഡ്സ് എല്ലാം കൂടെ നല്ലൊരു വീടായിരുന്നു ഇന്ന് ഞങ്ങൾ നിങ്ങളെ കാണിച്ചത്. വീടിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് സെഗ്മെന്റ്, ദാറ്റ് ഈസ് ഡിസൈൻ ടിപ്സ്. ഇന്നത്തെ ഡിസൈൻ ടിപ്സിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ഫിക്സഡ് വാട്ടർ പ്രൂഫിംഗിലെ റീജിയണൽ അപ്ലിക്കേറ്റർ സർവീസ് മാനേജറായ VK ജിനചന്ദ്രബാബു സാറാണ്. വെൽക്കം യു സർ. സർ, ഇപ്പോൾ ടൈലിംഗ് അല്ലെങ്കിൽ മാർബിൾ ഒക്കെ മാറിയതിന് ശേഷം വുഡൻ പാനലിംഗിലേക്കും കൂടെ കടന്നിരിക്കുകയാണ് നമ്മളുടെ ഫ്ലോറിംഗ് രംഗം. സോ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വുഡൻ പാനലിംഗ്? അധികം വാട്ടർ ഒന്നും വീണൂടാന്ന് അവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയാണ്, സപ്പോസ് വാട്ടർ ലീക്കേജോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പോൾ നമുക്കിത് വളരെ പ്രസക്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം നമ്മളെ ഹോട്ടൽസ് ആണെങ്കിലും പ്രീമിയം ബംഗ്ലോസ് ആണെങ്കിലും ഇൻഡിവിജ്വൽ വില്ലാസൊക്കെ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷം ഒരു ബെഡ്റൂമെങ്കിലും അല്ലെങ്കിൽ ഡ്രോയിങ് റൂമൊക്കെ ഇതിലോട്ട് പോയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ജലാംശം മോയ്സ്ചർ കണ്ടന്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് വേണം ഇത് ഒട്ടിക്കാൻ. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് RCC സ്ലാബിൻ്റെ മുകളിൽ നമ്മളൊരു പ്രൊട്ടക്റ്റീവ് ലെയർ വാട്ടർ പ്രൂഫിങ് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ. അതിനുവേണ്ടി നമുക്ക് അല്പം ഈർപ്പമുള്ള സ്ഥലത്താണെങ്കിൽ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫെവിക്കോൾ പിഡിലൈറ്റിൻ്റെ പക്കലുണ്ട്. അതാണ് ഫെവിക്കോൾ മറൈൻ എന്ന് പറയും. മറൈൻ അല്പം ഈർപ്പമുള്ള ഏരിയയിലാണെങ്കിലും അതിനൊരു ബൈൻഡിങ് പ്രോപ്പർട്ടി കൂടുതലുണ്ട്. അത് ജലാംശത്തെ പ്രതിരോധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫ്ലോർ ലെവലിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യം നെഗറ്റീവ് വാട്ടർ പ്രഷർ വരുന്നില്ല എന്നുള്ളതായിരിക്കണം. കാര്യം ഗ്രൗണ്ട് ലെവലിലുള്ളതാണെങ്കിൽ നമുക്ക് പല ഏരിയയിലും കാണാറുണ്ട് മോയ്സ്ചർ കണ്ടൻറ്റ് അബ്സോർവ് ചെയ്ത് മുകളിലോട്ട് വരുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് RCCയുടെ മുകളിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കോട്ടിങ് കൊടുത്തിട്ട് സ്ക്രീഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ ആക്ച്വലി. അതുപോലെ തന്നെ ഈ റെയിനി സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് കബോർഡ്സിൻ്റെ അകത്ത് ലൈക്ക് വുഡ് പ്ലസ് നോർമൽ നമ്മുടെ കോൺക്രീറ്റ് കബോർഡ്സിൻ്റെ അകത്ത് ഈ ഡാംനെസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ഈ ഒരു ടെക്നിക്കാണോ ഉപയോഗിക്കേണ്ടത് അതോ? ഇല്ല, അവിടെ നമ്മൾ കബോർഡ് ലെവലിൽ വരുന്നത് പ്രശ്നം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വാളിലുള്ള ഡാമ്പിനെസ് ഉള്ളിലോട്ട് പെർക്കുലേറ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ പോസിറ്റീവ് സൈഡിൽ നിന്ന് തന്നെ ബ്ലോക്ക് ചെയ്യണം, അറസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്കൊരു ഹെവി ഡ്യൂട്ടി വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ് പിഡിലൈറ്റിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റെയിൻ കോട്ട്. അത് ബിൽഡിങ്ങിൻ്റെ പുറം ചുവരിൽ അടിച്ചു കഴിഞ്ഞാൽ ആ പെർക്കുലേഷൻ ഒഴിവാക്കാനും ഉള്ളിലുള്ള ഡാമ്പിനെസ് ഒഴിവാക്കാൻ പറ്റും. അതെ. പിന്നെ മൈനർ ക്രാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എക്സ്റ്റേണൽ സൈഡിൽ നിന്ന് തന്നെ സീൽ ചെയ്യുക. സോ ഈ ഒരു വുഡൻ പാനലിംഗ് നമ്മൾ ഫ്ലോറിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ സീലിംഗിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഇപ്പം പർഗോളാസ് പോലെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ തന്നെ നമുക്ക് സെയിം റെമഡി തന്നെയാണോ ചൂസ് ചെയ്യേണ്ടത്? അതെ, നമ്മൾ ആ ഏരിയ വൈസ് പ്രൊഡക്റ്റിന്റെ സെലക്ഷൻ വ്യത്യാസം വരും. ഇപ്പോൾ ഫണ്ടമെന്റലി വാട്ടർ പ്രൂഫിംഗ് ഞാൻ പറയുമ്പം ഓരോ ഏരിയ വൈസാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഡയഗ്നൈസിങ്, സെക്കൻഡ് സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ, മൂന്നാമത് എക്സിക്യൂഷൻ. ഇത് മൂന്നും കൂടെ ഏകോപിപ്പിച്ച് കഴിഞ്ഞാലേ കസ്റ്റമർക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ.
സോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ആരെയായിരിക്കണം ആദ്യം സമീപിക്കേണ്ടത്? ഇപ്പം നമ്മുടെ പിഡിലൈറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് ടോൾ ഫ്രീ നമ്പറും നമ്മുടെ സെയിൽസ് ഓഫീസേഴ്സും മാനേജേഴ്സും ബ്രാഞ്ച് ഓഫീസും എല്ലാം കേരളത്തിലുണ്ട്. നമുക്ക് ആ ഓഫീസറുടെ സേവനം നമുക്ക് ഫ്രീ ആണ്, ലഭ്യമാണ്. അത് നമുക്ക് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ ഏരിയയിൽ ആളുണ്ട്. പിന്നെ നമുക്ക് ടെക്നിക്കൽ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞ സംവിധാനം തന്നെ ബോംബെ ബേസ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ ആർക്കെങ്കിലും ടെക്നിക്കൽ ചാറ്റ് നടത്തണമെങ്കിൽ ആ ഓപ്ഷനും നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ടൈം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു ടെക്നിക്കൽ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, ടോൾ ഫ്രീ നമ്പറാണ്. അതും ആക്ടിവേറ്റ് ആണ്. വിത്തിൻ 72 അവേഴ്സിനുള്ളിൽ നമുക്കൊരു സൊല്യൂഷൻ അവർ സജസ്റ്റ് ചെയ്തിരിക്കും. ആ രീതി ചെയ്യുന്നുണ്ട്. സോ ഒരു ബേസ്മെന്റ് ലെവൽ അല്ലെന്നുണ്ടെങ്കിൽ ഇന്റേണൽ ഡാമേജ് ഒക്കെ തന്നെ ഒഴിവാക്കാനായിട്ട് ഡു യു തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ നമുക്ക് നമ്മളുടെ സ്ഥലത്തിന്റെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ഉചിതമായിരിക്കുമോ? തീർച്ചയായിട്ടും അതൊരു ഫണ്ടമെന്റൽ ആണ് ആക്ച്വലി. കാര്യം ഇത് എഞ്ചിനീയേഴ്സ് അതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ്. അവരത് സോയിൽ ടെസ്റ്റ്, ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ടെസ്റ്റ്, ഈ പ്രിലിമിനറി പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ വർക്ക് ആരംഭിക്കുന്നത്. അതൊന്നും ബൈപ്പാസ് ചെയ്തുകൊണ്ടൊരു സൊല്യൂഷനും നമ്മുടെ പക്കലില്ല. അത് കാര്യം കൺസ്ട്രക്ഷൻ കെമിക്കൽസും വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത് ഒന്നിനെ സബ്സ്റ്റിറ്റ്യൂട്ടൈസ് ചെയ്യുന്നില്ല. ഇതൊരു കൺസ്ട്രക്ഷൻ പ്രാക്ടീസിനെ നമ്മൾ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ്, ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സപ്പോർട്ടീവ് സിസ്റ്റമാണ്. ഫണ്ടമെന്റൽ നമ്മൾ വയലേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല. സോ ബേസ് എന്നും ബേസ് ആയിട്ട് തന്നെ ഉണ്ട്. സോ എന്തെങ്കിലും ഒരു വീട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഓഫീസ് ആയിക്കോട്ടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഷോർട്ട് കട്ട്സ് എടുക്കാതിരിക്കുക. കഴിയുന്നതും എന്തൊക്കെയാണോ അതിൻ്റെ പ്രോസസ്സ്, ആ ഒരു പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് തന്നെ പോവുക. സോ ദാറ്റ് കുറച്ചും കൂടെ ലൈഫ് നമുക്ക് നമ്മളുടെ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് സർ, ഈ ഒരു വാല്യുബിൾ ഇൻഫർമേഷൻ നമ്മളുമായി ഷെയർ ചെയ്തത്. താങ്ക് യു വെരി മച്ച്. ഇനി നമ്മൾ കാണാൻ പോകുന്ന സെഗ്മെന്റ് ആണ് ടു ക്ലിയർ ഔട്ട് ഓൾ യുവർ ഡൗട്ട്സ് അബൌട്ട് വാസ്തു. ലെറ്റ്സ് ഗെറ്റ് ഇൻടു വാസ്തു സെഗ്മെന്റ്. വെൽക്കം ടു വാസ്തു സെഗ്മെന്റ്. നമ്മുടെ വാസ്തു എക്സ്പെർട്ട് ഡോക്ടർ ആർ വേല ഇത് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം നമുക്ക് വാസ്തു റിലേറ്റഡ് ഡൗട്ട്സ് ചോദിക്കാം. ഹലോ സർ, ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്ന കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ആക്സിഡൻഷ്യൽ ഡെത്തോ അല്ലെങ്കിൽ സൂസൈഡ്സ് അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? അതിനെന്തെങ്കിലും ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ടോ? അതായത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മുടെ വീടിനകത്തുള്ള വാതിലുകളുടെയും ജനലുകളുടെയും തടിയുടെ ക്വാളിറ്റി, ഡിഫറൻറ്റ് തടികൾ, പഴയ തടികൾ നാം ഉപയോഗിക്കുക, ഹൈറ്റിൻ്റെ വ്യത്യാസം, ഇതൊക്കെ കൊണ്ട് ചില വീടുകളിൽ അനർത്ഥങ്ങൾ ഉണ്ടാകാം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഹൈറ്റിൻ്റെ വ്യത്യാസം പ്രധാന വാതിലും പിറകിലുള്ള വാതിലും അത് എപ്പോഴും കറക്റ്റായിരിക്കണം. ആ പ്രധാന വാതിലിലും പിറകിലുള്ള വാതിലിൻ്റെയും ഹൈറ്റ് ഡിഫറൻസ് വരികയും അടുക്കളയിലുള്ള ആ എൻട്രൻസിൻ്റെ ഒരു വാതിലിനും വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ സാധാരണ സംഭവിക്കാവുന്നത് അതിനകത്ത് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ തൂങ്ങി മരിക്കുക, അല്ലെങ്കിൽ തൂങ്ങി മരിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുക. അതൊക്കെ അതുപോലെ ഞാൻ പറഞ്ഞു, ടോയ്ലറ്റിന്റെ ആ വാട്ടർ ലൈൻ നോർത്ത് ഈസ്റ്റ് മുതൽ സൗത്ത് വെസ്റ്റ് മുതൽ കോർണർ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വാട്ടർ പോയിന്റ് വരരുതെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന സമയത്തും മുങ്ങി മരിക്കുവാനുള്ള ചാൻസസ് ആ വീട്ടിലുള്ളവർക്ക് കൂടുതലായിരിക്കും. ഇത്തരം സൂയിസൈഡിങ് ടെൻഡൻസി ഇത്തരം വീടുകൾക്ക് ഉണ്ടാകും. രണ്ടാമത്തത്, നമ്മൾ വീട് പൊളിച്ച് വേറെ വീട് ചെയ്യുന്നതിന് മുൻപേ അല്ലെങ്കിൽ ആ വീട് വയ്ക്കുന്നതിന് മുൻപേ ആ പ്ലോട്ടിൽ ആരെങ്കിലും ആ പ്ലോട്ടിൽ തൂങ്ങി മരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ വീട് വയ്ക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതും ചിലപ്പോൾ ഇതിനെ പ്രതിവിധി ചെയ്താൽ പിന്നെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിക്കാതെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. വിശ്വാസമാണല്ലോ എല്ലാം. അതുപോലെ ഇടിമിന്നൽ വീഴുന്ന വീടുകൾ, വെള്ളം, അതങ്ങനെ വരുന്നു. നമ്മുടെ ഈ സൗത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറയുന്നതാണ് ഈ അഗ്നികോൺ എന്ന് പറയുന്നത്. അവിടെ വരുന്ന പ്രധാന കാര്യങ്ങൾ, ഒന്ന് ഇൻവെർട്ടർ അവിടെ വയ്ക്കും, ജനറേറ്റർ അവിടെ വയ്ക്കും, ഇലക്ട്രിക് പോയിന്റുകൾ അവിടെ വയ്ക്കും. അതിന് പറ്റിയ ഒരു സ്ഥാനമാണത്.
അതിൻ്റെ ഓപ്പോസിറ്റാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് വാട്ടർ, ദാറ്റ് ഈസ് കിണറിന് മാത്രമുള്ള സ്ഥാനം. കിണർ അല്ലെന്നുണ്ടെങ്കിൽ ചിലർ ചോദിക്കാറുണ്ട് ഫിഷ് ടാങ്ക് എവിടെ വെക്കണമെന്ന്. ഫിഷ് ടാങ്ക് നോർത്ത് ഈസ്റ്റ് കോർണറിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഹാളിനകത്തൊന്നും വെക്കാനൊന്നും പാടില്ല. നോർത്ത് ഈസ്റ്റിൽ ഒരു സിറ്റ് ഔട്ട് ഉണ്ടെങ്കിൽ അവിടെയാണ് അതിൻ്റെ സ്ഥാനം. അപ്പോൾ ഈ വാട്ടറും ദിസ് വൺ ഇലക്ട്രിസിറ്റിയും ഫയറും രണ്ടും ക്രോസ് പോയിന്റ്സുകളാണ്. ഇത് ഇങ്ങനെ മാറി വരുന്ന സമയത്ത് ഒന്ന് ഫയർ കൊണ്ടുള്ള അറ്റാക്കുകൾ ഏത് വേണം ഉണ്ടാകാം. തീ പിടിക്കാം, ദാറ്റ് ഈസ് വയറിംഗ് കണക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് പോകാം. അല്ലെങ്കിൽ ഇടിമിന്നലേറ്റ് ഭാഗം നശിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ്, അടുക്കളയിൽ നിന്ന് ഗ്യാസ് പൊട്ടിത്തെറിക്കാം. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു വാസ്തു നോക്കി തന്നെ വീട് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ ബോഡിയിൽ ഓരോ പാർട്ടും ഇരിക്കേണ്ട സ്ഥാനത്ത് തന്നെ ഇരിക്കണം. 5 വിരലിന് പകരം 6 വിരലുണ്ടായിരുന്നാൽ ജീവിക്കുന്നവരുണ്ട്, പക്ഷെ അതിൻ്റെതായ ഇൻകൺവീനിയൻസ് ഉണ്ട്. ഒരു കാലിന് ഹൈറ്റ് കൂടുതൽ ആയിരുന്നാൽ അതിനും ഇൻകൺവീനിയൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ സ്ഥാനത്തിരിക്കേണ്ടിരുന്നാൽ മാത്രമേ ഇത്തരം അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അടുക്കളയിൽ നമ്മൾ പഴയ അടുക്കള എന്ന് പറയുന്നത് എന്താണ്, ഒരു ചിമ്മിനി ടൈപ്പ് അടുക്കളയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ മോഡേൺ കിച്ചണാണ് വരുന്നത്. അങ്ങനെ ആ കിച്ചൺ വരുമ്പോൾ പലരും വെസ്റ്റ് നോക്കി അല്ലെങ്കിൽ സൗത്ത് നോക്കി വെക്കാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്തും ആ വീടിനകത്ത് ആ അടുക്കള ഭാഗത്ത് അഗ്നി കൊണ്ടുള്ള ദോഷങ്ങൾ ധാരാളം വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഭാഗ്യത്തിന് അടുക്കളയിൽ തന്നെ തൊട്ടടുത്ത് തന്നെ സിങ്കും കൂടി വെച്ചിട്ടുള്ളത് കൊണ്ട് സിങ്കിൽ നിന്ന് വെള്ളം കോരി നമുക്ക് അപകടങ്ങൾ കുറച്ച് ഒഴിവാക്കാൻ സാധിക്കും. ഇത്തരം വീടുകളിൽ, അതായത് ഈ അപകട മരണങ്ങൾ നടന്ന വീടുകളിൽ കഴിയുന്നതും കുട്ടികളുമായിട്ട് താമസിക്കാതിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇടിമിന്നലേറ്റ വീടുകളിലൊന്നും അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ടെർമിനൽസുകളൊന്നും മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അതെ. അപ്പം നമുക്ക് ഇതുപോലെ സൂസൈഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാർക്കുള്ള വീടുകളാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഒരു വാസ്തു പ്രകാരമായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് മാത്രമേ ആ വീട്ടിലേക്ക് മാറാവൂ. ഹലോ, താങ്ക് യു സോ മച്ച് സർ. സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കണ്ട വീടായിരുന്നു ശിവകൃപ ഹൗസ് ഫ്രം മന്നാർ. കുറേ നല്ല ഫീച്ചേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാനുള്ള കുറേ ഐഡിയാസ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഡിസൈൻ ടിപ്സും വാസ്തു ടിപ്സും ഐ ഹോപ്പ് യു ആർ റിയലി എൻജോയിങ് ആൻഡ് ഫൈൻഡിങ് ഇറ്റ് വെരി യൂസ്ഫുൾ. ഇനിയും പുതിയ വീടും പുതിയ ടിപ്സുമായി വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.